ഞാൻ എന്റെ ഈ രൂപം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ എന്റെ ഈ ശരീരം സിംഹത്തിന്റെ ശരീരമായി മാറണമെന്നാണ്. എന്നെ കണ്ടാൽ സിംഹത്തെ പോലെ തന്നെ തോന്നിക്കുകയും വേണം. ശരി, പക്ഷെ നീ എപ്പോഴും ഓർമ്മിക്കണം, നിന്റെ ശരീരവും മുഖവും ശബ്ദവും സിംഹത്തെ പോലെ ആയിരിക്കും. നിന്റെ ആത്മാവ് കുറുക്കന്റേത് തന്നെ ആയിരിക്കും. ഒരു കാട്ടിൽ ഹൈരി എന്നു പേരുള്ള ഒരു കൗശലക്കാരനായ കുറുക്കനുണ്ടായിരുന്നു. അവൻ കാപട്യക്കാരനും സൂത്രശാലിയുമായിരുന്നു. അവൻ ഒരു പണിക്കും പോകില്ലായിരുന്നു. വൃക്ഷത്തണലിൽ കിടന്ന് കാട്ടിലെ രാജാവാകുന്നത് സ്വപ്നം കണ്ട് കിടക്കുമായിരുന്നു. അവന്റെ വേലിത്തരങ്ങൾ കൊണ്ട് കാട്ടിലുള്ളവരെല്ലാം ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. പല പ്രാവശ്യം കാട്ടിലെ രാജാവായ വില്യം സിംഹം അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷെ ഹൈരി കുറുക്കൻ മാറാൻ ഒരുക്കമല്ലായിരുന്നു. ഹൈരി കുറുക്കൻ എപ്പോഴും മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിക്കുന്നതെല്ലാം മോഷ്ടിച്ചു കഴിക്കുമായിരുന്നു. അവനേക്കാൾ ബലഹീനരായ മൃഗങ്ങളുടെ ഭക്ഷണവും തട്ടിപ്പറിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹൈരി കുറുക്കൻ മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടോ പോകുന്നത് അവൻ കണ്ടു. ഹൈരി കുറുക്കൻ അവർ പോകുന്നത് ശ്രദ്ധയോടെ നോക്കിയിരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മിംകി കിളി ആ മരത്തിന്റെ മുകളിലിരുന്ന് മുഖത്ത് മേക്കപ്പ് ചെയ്യുകയായിരുന്നു. ഹൈരി കുറുക്കൻ മിംകി പക്ഷിയോട് ചോദിച്ചു, ഇന്ന് ഈ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? മിംകി കിളി ഹൈരിയുടെ ചോദ്യത്തിന് മുഖം കിറവിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്കതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവരെവിടെയെങ്കിലും പോകട്ടെ. ഹൈരി കുറുക്കൻ സൂത്രത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദേഷ്യമായോ? നീ ഇതെന്താ പറയുന്നത്? ഞാനും ഈ കാട്ടിലെ മൃഗമാണ്. എനിക്കെന്താ അറിയുവാനുള്ള അധികാരമില്ലേ? നിന്നെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിനക്ക് സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ നീ എന്നെ എന്തെന്നുമായിരുന്നു. നിന്റെ അറിവിലേക്ക് പറയാം, ഇന്ന് രാജാവായ വില്യം സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുകയാണ്. അവിടെ നല്ല വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇവരെ പോലെ ഞാനും അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങുകയാണ്. വിരുന്നോ? എന്ത് സന്തോഷത്തിന്റെ പേരിലാണ്? വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിന്റെ ബർത്ത്ഡേ ആണിന്ന്. മിംകി കിളിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹൈരി കുറുക്കൻ ദേഷ്യത്തോടെ പറഞ്ഞു, വില്യം സിംഹം ഈ കാണിച്ചത് വലിയൊരു തെറ്റാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഇൻവൈറ്റ് ചെയ്തു, പക്ഷേ എന്നെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല? ഞാനെന്താ ഈ കാട്ടിലെ മൃഗമല്ലേ? ആദ്യം നീ ക്ഷണിക്കപ്പെടാൻ യോഗ്യതയുള്ളവനാകൂ. നീ അല്ലെങ്കിൽ ആൾക്കാരുടെ ഭക്ഷണം തട്ടിയെടുക്കാറുണ്ട്. നിന്റെ അറിവിലേക്ക് പറയുകയാണ്, നീ അവിടെയെങ്ങും പോയി ചുറ്റിത്തിരിയരുത്. സുഹൃത്തെ, വില്യം സിംഹത്തിന്റെ ഈ പ്രവൃത്തി എനിക്ക് തീരെ മോശമായി തോന്നുന്നു. ഞാൻ കാട്ടിലെ രാജാവാകുമ്പോൾ ഈ കാട്ടിലെ എല്ലാ നിയമങ്ങളും രീതികളും മാറ്റും. ഹൈരി കുറുക്കന്റെ സംസാരം കേട്ട് മിംകി കിളി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് നിർത്തൂ. കുറുക്കന്മാർ ഒരിക്കലും രാജാവാകില്ല. കാട്ടിലെ രാജാവ് സിംഹമേ ആകാറുള്ളൂ. ഈ ജന്മത്തിൽ നീ ഒരിക്കലും രാജാവാകില്ല. ഞാൻ പോകുന്നു, എനിക്ക് വിശക്കുന്നു. ഇത്രയും പറഞ്ഞ് മിംകി പക്ഷി പറന്നുപോയി. ഹൈരി കുറുക്കൻ ദേഷ്യത്തിൽ പല്ല് ഞെരിക്കാൻ തുടങ്ങി. പക്ഷെ എന്തോ നല്ല വിഭവങ്ങളുടെ പേരുകൾ ഓർത്ത് അവന്റെ വായിൽ വെള്ളമൂറാൻ തുടങ്ങിയിരുന്നു. ഹൈരി കുറുക്കൻ വിളിക്കാത്ത സദ്യയുണ്ണാൻ വില്യം സിംഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവനെ കണ്ടുപോഴേക്കും വില്യം സിംഹത്തിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. എന്നിട്ടും ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ, നിന്നെ ഞാൻ ഈ വിരുന്നിൽ വിളിച്ചിട്ടില്ല. എന്നിട്ടും വന്നുവെങ്കിൽ വയറ് നിറച്ച് കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോകൂ. ഹൈരി കുറുക്കൻ മിണ്ടാതെ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് അവന്റെ ദൃഷ്ടി വില്യം സിംഹത്തിന്റെ മകൻ എഡ്വേർഡിലേക്ക് പതിച്ചത്. അവൻ ഒരു സ്വർണവള കൊണ്ട് കളിക്കുകയായിരുന്നു. സ്വർണവള കണ്ടതും ഹൈരി കുറുക്കന്റെ വായിൽ വെള്ളമൂറി. അവൻ മനസ്സിൽ പറയാൻ തുടങ്ങി, ഈ സ്വർണ വളകൾ എന്റെ കയ്യിൽ പെടുകയാണെങ്കിൽ എനിക്ക് അതിനെ വിറ്റ് ധാരാളം പണം സ്വരൂപിക്കാനാകും. ഹൈരി കുറുക്കൻ എഡ്വേർഡിന്റെ അടുത്തെത്തി. വളരെ കൗശലത്തോടുകൂടി അവനോട് പറഞ്ഞു, ഓ, നിന്റെ കയ്യിലെ ഈ സ്വർണവള മനോഹരമാണല്ലോ. എനിക്കിതൊന്ന് നോക്കാൻ തരുമോ? എഡ്വേർഡ് സ്വർണവള ഹൈരിയുടെ കയ്യിലേക്ക് കൊടുത്തു. വള കയ്യിൽ വാങ്ങിയിട്ട് ഹൈരി കുറുക്കൻ പറഞ്ഞു, അതെ, നിന്റെ അച്ഛൻ വില്യം അതാ നിന്നെ വിളിക്കുന്നു. നിഷ്കളങ്കനായ എഡ്വേർഡ് ഹൈരി പറയുന്നത് കേട്ട് അവിടെ നിന്നും അച്ഛന്റെ അടുത്തേക്ക് പോയി. ആ തക്കം നോക്കി ഹൈരി കുറുക്കൻ അവിടെ നിന്ന് ഓടി മറഞ്ഞു. എഡ്വേർഡ് അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, അങ്ങ് എന്നെ വിളിച്ചിരുന്നോ? ഹൈരി അങ്കിൾ പറഞ്ഞു അങ്ങ് എന്നെ വിളിക്കുന്നെന്ന്.
ഹൈരിക്കുറുക്കന്റെ പേര് പറഞ്ഞപ്പോഴേ വില്യം സിംഹം ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിന്റെ സ്വർണവള അതെന്ത് ചെയ്തു? അത് ഹൈരിക്കുറുക്കന്റെ കയ്യിലാണ്. എഡ്വേർഡിന്റെ വാക്കുകൾ കേട്ടപ്പോഴേ വില്യം സിംഹത്തിന് എല്ലാ ചുറ്റിക്കളിയും ബോധ്യപ്പെട്ടു. ഹൈരിക്കുറുക്കൻ അതിവിദഗ്ധമായി മോനെ പറ്റിച്ച സ്വർണവുമായി കടന്നെന്ന് മനസ്സിലായി. വില്യമിന്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. അവൻ തന്റെ സൈനികരെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്റെ മോനെ വിഡ്ഢിയാക്കിയിട്ട് കടന്നു കളഞ്ഞു. പോകൂ, ഹൈരിക്കുറുക്കനെ ജീവനോടെയോ കൊന്നോ പിടിച്ചുകൊണ്ടുവരൂ. ഇവിടെ ഹൈരിക്കുറുക്കൻ മരത്തണലിൽ ആ വളയുടെ മനോഹാരിത നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ മിംകി കിളിയെ കണ്ടത്. അത് പറന്ന് അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഇത്തവണ എല്ലാ പരിധിയും കടന്നിരിക്കുകയാണ്. കാട്ടിലെ രാജാവായ വില്യം സിംഹം സൈനികരോട് നിന്നെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുവരാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഇത്തവണ നീ തീർച്ചയായും കൊല്ലപ്പെടുമെന്ന് തോന്നുന്നു. മിംകി കിളിയുടെ വാക്കുകൾ കേട്ട് ഹൈരിക്കുറുക്കൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഓടി എവിടേക്കാണ് ഒളിക്കേണ്ടതെന്ന് അവന് യാതൊരു പിടിയുമില്ലായിരുന്നു. അപ്പോഴാണ് ധാരാളം സൈനികർ അവന്റെ നേരേക്ക് വരുന്നത് അവൻ കാണുന്നത്. കുറുക്കൻ അവിടെയും ഇവിടെയും ഒളിക്കാനുള്ള സ്ഥലം നോക്കി. അവൻ ഒരു സ്ഥലവും കിട്ടിയില്ല. പെട്ടെന്ന് അവനൊരു തടാകം കണ്ടു. അവൻ ആ തടാകത്തിലേക്ക് എടുത്തു ചാടി. വില്യം സിംഹത്തിന്റെ സൈനികർ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി. ഹൈരിക്കുറുക്കൻ തടാകത്തിൽ നിന്ന് തലയുയർത്തി നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൻ ആ തടാകത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്തു നിന്ന് സ്വർണശോഭ പരക്കുവാൻ തുടങ്ങി. അതിൽ നിന്നും ഒരു ദേവത ഇറങ്ങി വന്ന് മുന്നിൽ നിന്നു. ഞാനൊരു ശാപം കാരണം വർഷങ്ങളായി ഈ തടാകത്തിൽ തടവിലായിരുന്നു. ഏതെങ്കിലും മടിയനായ മൃഗം സ്വർണവുമായി ഇതിൽ മുങ്ങിയാലേ എനിക്ക് ക്ഷാപമോക്ഷം കിട്ടുമായിരുന്നുള്ളൂ. നീ കാരണം ഞാൻ ഇന്ന് ശാപത്തിൽ നിന്നും മുക്തമായിരിക്കുന്നു. എനിക്ക് നിന്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനാവും. നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. ഹൈരിക്കുറുക്കൻ എന്നും ആഗ്രഹിച്ചിരുന്നത് ഈ കാടിന്റെ രാജാവാകണമെന്നാണ്. കാടിന്റെ രാജാവാകാൻ സിംഹത്തിനെ കഴിയുള്ളൂവെന്ന് അവനറിയാമായിരുന്നു. ഞാൻ എന്റെ ഈ രൂപം കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ ആഗ്രഹം എന്തെന്നാൽ എന്റെ ഈ ശരീരം സിംഹത്തിന്റെ ശരീരമായി മാറണമെന്നാണ്. എന്നെ കണ്ടാൽ സിംഹത്തെ പോലെ തന്നെ തോന്നിക്കുകയും വേണം. ശരി, പക്ഷെ നീ എപ്പോഴും ഓർമ്മിക്കണം, നിന്റെ ശരീരവും മുഖവും ശബ്ദവും സിംഹത്തെ പോലെ ആയിരിക്കും. നിന്റെ ആത്മാവ് കുറുക്കന്റേത് തന്നെ ആയിരിക്കും. അബദ്ധത്തിൽ പോലും യഥാർത്ഥ സിംഹത്തോട് പോരിന് പോകരുത്. യഥാർത്ഥ സിംഹത്തിന്റെ കൈകൊണ്ട് മരിച്ചാൽ നീ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇത്രയും പറഞ്ഞ് ദേവത അവിടെ നിന്നും മറഞ്ഞു. ഹൈരിക്കുറുക്കൻ സിംഹത്തിന്റെ രൂപത്തിലേക്ക് മാറി. വെള്ളത്തിൽ സിംഹത്തിന്റേത് പോലുള്ള പ്രതിബിംബം കണ്ടപ്പോൾ അവന് സന്തോഷം കൊണ്ട് ഇരിക്കെ പൊറുതി ഇല്ലാതായി. പോകെ പോകെ അവൻ ആ കാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പോന്നിരുന്നു. എന്തു തോന്നുന്നു അതൊക്കെ ചെയ്യും. ചിലപ്പോൾ കയ്യിൽ കിട്ടുന്ന മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നും. കാട്ടിലെ രാജാവായ വില്യം സിംഹത്തിന് ഈ കാട്ടിൽ മറ്റൊരു സിംഹം വന്നിട്ടുണ്ടെന്നും താൻ രാജാവാണെന്ന് അവകാശപ്പെടുകയുമാണെന്ന് അറിഞ്ഞപ്പോൾ ദേഷ്യത്താൽ വില്യം സിംഹം ഭ്രാന്തനെ പോലെയായി. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്റെ കാട്ടിലെ നിർദോഷികളായ മൃഗങ്ങളെ കൊല്ലുന്ന ആ സിംഹത്തിന്റെ ജീവൻ അത് ഞാൻ എടുക്കും. ഹൈരിക്കുറുക്കൻ സിംഹരൂപത്തിൽ കാട്ടിലെങ്ങനെ മതിച്ചു നടക്കുകയായിരുന്നു. അവിചാരിതമായി വില്യം സിംഹം അവന്റെ മുന്നിൽ വന്ന് നിന്നു. അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് നീ? എന്റെ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? നിനക്കറിയില്ലേ ഈ കാടിന്റെ രാജാവ് ഞാനാണെന്ന്? ഹൈരിക്കുറുക്കൻ അഹങ്കാരത്താൽ ദേവത അവനോട് പറഞ്ഞതെല്ലാം മറന്നുപോയിരുന്നു. അവന്റെ ആത്മാവ് കുറുക്കന്റേതായിരിക്കും. യഥാർത്ഥ സിംഹവുമായി പോരിന് പോയാൽ തോറ്റുപോകുമെന്ന് ഹൈരിക്കുറുക്കൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഈ കാട്ടിലെ സിംഹം ഞാനാണ്. എന്നെ ഒന്ന് കൈവച്ചു നോക്ക്, നിനക്കത് മനസ്സിലാകും. ഇതു കേട്ടതും വില്യം സിംഹത്തിന് കോപം നിയന്ത്രിക്കാനായില്ല. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു. വില്യം സിംഹം പുല്ലുപോലെ ഹൈരിക്കുറുക്കനെ എടുത്തെറിഞ്ഞു. കുറച്ചു നേരം കൊണ്ട് ഹൈരിക്കുറുക്കനെ അവൻ വലിച്ചു കയറിയിട്ടു. ഹൈരിക്കുറുക്കൻ മുറിവുകളോടെ ഭൂമിയിലേക്ക് പതിച്ചതും അവൻ പഴയ രൂപത്തിലേക്ക് വന്നു. അവർ തമ്മിലുള്ള യുദ്ധം മിംകി കിളിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹൈരിക്കുറുക്കൻ മരിച്ചപ്പോൾ മിംകി കിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെയാണ് കാക്ക കുളിച്ചാൽ കൊക്കാകില്ലെന്ന് പഴഞ്ചൊല്ലിൽ പറയുന്നത്. അന്നേരമേ ഞാനിത് വേണ്ടെന്ന് പറഞ്ഞതാണ്. കുറുക്കൻ ഒരിക്കലും കാടിന്റെ രാജാവാകില്ല.
അതിൽ പിന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. മീട്ടു ഒരു നല്ല പക്ഷിയാണ്. അവൻ എപ്പോഴും ജനങ്ങളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ ചോദിച്ച എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റി. എന്നാൽ നീയൊരു അത്യാഗ്രഹിയാണ്. നീ എന്നെ മോഷ്ടിച്ചു. അതിന് ഏറ്റ ശിക്ഷയും ഞാനിപ്പോൾ നിനക്ക് തരാൻ പോകുന്നു. പപ്പായെ, നീ ഇപ്പോൾ വലുതായി. ഇനി പെട്ടെന്ന് തന്നെ നീ താഴേക്കും വീഴും. അതെ, ഞാൻ താഴെ വീഴാൻ പോകുക. കാട്ടിലെ മൃഗങ്ങൾ കാണാതെ ഞാൻ ജീവിക്കണം. ഞാനൊരു മാന്ത്രിക പപ്പായയല്ലേ. അത്യാഗ്രഹമുള്ള ഏതെങ്കിലും മൃഗം കൊണ്ടുപോയാൽ അതെന്നോട് എന്തൊക്കെ ചോദിക്കുമെന്നേ അറിയില്ല. അയ്യോ, നീ ഒന്നും മിണ്ടണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊരു മൃഗത്തിനും നിന്നെക്കുറിച്ചുള്ള സത്യം മനസ്സിലാവുകയേയില്ല. ആ, ഈ ഐഡിയ കൊള്ളാം. ആഹാ, ഇന്നത്തെ ഭക്ഷണം കിട്ടിയല്ലോ. അത് കണ്ട മിട്ടു താഴേക്കിറങ്ങി വന്നു. പപ്പായയെ കണ്ടതും 2 കൊത്തുകൊത്തി അത് സന്തോഷത്തോടെ കഴിക്കാനും തുടങ്ങി. ആഹാ, നല്ല രുചിയുള്ളൊരു പപ്പായപ്പഴം. നല്ല രുചിയുണ്ട്. കുറച്ച് വെള്ളം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ. അത് അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജ്വലിക്കാൻ തുടങ്ങി. അത് കണ്ടത് മീട്ടു അത്ഭുതപ്പെട്ടു. അങ്ങനെ അതിന്റെ മുൻപിൽ ഒരു വെള്ളം നിറഞ്ഞ കുടവും വന്നു. അയ്യോ, ഇതെന്തൊരു അത്ഭുതമാണ്. ഞാൻ ചോദിച്ചതും പപ്പായപ്പഴം തിളങ്ങുന്നു. അപ്പോൾ വെള്ളവും ഇവിടെ വന്നു. ഇത് മാന്ത്രിക പപ്പായപ്പഴമാണോ? ആ, നീ പറഞ്ഞത് ശരിയാണ്. ആ, കൊള്ളാമല്ലോ. നീ സംസാരിക്കുമോ? അതേ മീട്ടു, ഞാനൊരു മാന്ത്രിക പപ്പായയാ. ആരെങ്കിലും എന്നെ ഒരു കടി കടിച്ച് അവരുടെ ആഗ്രഹം ചോദിച്ചാൽ അവരുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നിന്നിൽ ബാക്കിയൊന്നും കാണില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഒരാളുടെ 3 ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പൂർണ്ണമായും വളരും. അതിനുശേഷം ഞാൻ ഒരിക്കലും അവരുടെ അടിമയാവുകയില്ല. ആ, ശരി ശരി. എന്റെ 2ാമത്തെ ആഗ്രഹം, നിനക്ക് ഇനി മുതൽ കാറ്റിൽ പറന്നു പോകാൻ പറ്റും. അത് അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ പറക്കാൻ തുടങ്ങി. നിനക്ക് ഒരുപാട് നന്ദി മീട്ടു. ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. അന്നു മുതൽ അവർ 2 പേരും ഒരുമിച്ച് തന്നെ കറങ്ങി നടന്നു. അന്നു മുതൽ മീട്ടു ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഒരുപാട് സഹായിച്ചു. ഏത് മൃഗം എന്ത് ചോദിക്കുന്നുവോ അത് കൊണ്ടുവന്ന് അവർക്കത് കൊടുക്കും. ഈ കാര്യം കാട്ടിലെല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഈ കാര്യം മീക്കുപൂച്ചയുടെ ചെവിയിലും എത്തി. ഈ കുസൃതിക്കാരനായ പൂച്ച എന്താണ് സംഭവമെന്നറിയാൻ മീട്ടുവിന്റെ അടുത്തേക്ക് പോയി. അയ്യോ, എന്നെ ആരെങ്കിലും സഹായിക്കൂ. മീട്ടു, നീ എവിടെയാ ഉള്ളത്? എന്ത് പറ്റി മീക്കു? നീ എന്തിനാ ഇങ്ങനെ അലറുന്നത്? മീട്ടു, എനിക്ക് നന്നായിട്ട് നെഞ്ചുവേദന എടുക്കുന്നു. നീ ഇപ്പോൾ തന്നെ പോയി ആ കറുപ്പ് മലയിലുള്ള പൂവ് പറിച്ചുകൊണ്ട് വരാമോ? അത് കഴിച്ചാൽ എല്ലാ വേദനയും വേഗം അകന്നു പോകും. അത് അങ്ങനെ പറയുന്നത് കേട്ട് മീട്ടുവിന് ഒരുപാട് സങ്കടം തോന്നി. നീ ഇവിടെ തന്നെ നിൽക്ക് ചങ്ങാതി, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് മീട്ടു അതിന്റെ വീട്ടിലേക്ക് പോയി. ആ കുസൃതിക്കാരൻ പൂച്ച എന്താണ് സംഭവമെന്നറിയാൻ പിന്നാലെ പോയി. മീട്ടു പപ്പായയിൽ ഒരു കൊത്തുകൊത്തി ഇങ്ങനെ പറഞ്ഞു. മാന്ത്രിക പപ്പായെ, കറുപ്പ് മലയിലുള്ള ആ നീലപ്പൂ എനിക്കിപ്പോൾ വേണം. അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായ ജ്വലിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന്റെ മുൻപിൽ പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. ആ പൂച്ചയും അകത്തേക്ക് വന്നു. എടാ മീക്കു, നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഞാനിപ്പോൾ എല്ലാം കണ്ടു. അതങ്ങനെ പറഞ്ഞ് വേഗത്തിൽ പോയി ആ പപ്പായ കഴിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. മാന്ത്രിക പപ്പായെ, ഇനി ഞാൻ പറയുന്നതേ നീ കേൾക്കാൻ പാടുള്ളൂ. എന്റെ കൂടെ ഇപ്പോൾ തന്നെ എന്റെ വീട്ടിലേക്ക് വാ. അങ്ങനെ പറഞ്ഞ ഉടനെ പപ്പായയും ജ്വലിക്കാൻ തുടങ്ങി.
അത് കാറ്റിലും പറന്നു. മീക്കു, നീ ചെയ്യുന്നത് തെറ്റാണ്. പപ്പായ ചങ്ങാതി, നീ ഇവന്റെ കൂടെ പോകരുത്. ഇവനിപ്പോൾ എന്നെ കഴിച്ച് അവന്റെ ഒരു ആഗ്രഹം ചോദിച്ചു. ഞാൻ അവന്റെ ആഗ്രഹം നിറവേറ്റിയേ പറ്റൂ. മീട്ടു, ആരോടെങ്കിലും നീ എന്തെങ്കിലും പറഞ്ഞാൽ ഈ പപ്പായയുടെ കഥ ഞാൻ തീർക്കും. അങ്ങനെ മീക്കുപൂച്ച അവിടെ നിന്നും പോയി. അതുപോലെ ആ പപ്പായയും വിഷമത്തോടെ അതിന്റെ പിന്നാലെ പോയി. ഈ മീക്കു ഇനി എന്ത് ചെയ്യുമെന്നേ അറിയില്ലല്ലോ. മാന്ത്രിക പപ്പായെ, ഇന്ന് ബാലു വേട്ടയാടിയ വേട്ട അവിടെ നിന്നും മായജലമാക്കി ഇപ്പോൾ തന്നെ എന്റെ മുൻപിലേക്ക് കൊണ്ടുവാ. അങ്ങനെ പറഞ്ഞുടനെ പപ്പായ ജോലിക്കാൻ തുടങ്ങി. ഇന്ന് വളരെ വലിയ ഫ്രഷായ വേട്ടയാ കിട്ടിയത്. ഞാനിന്ന് സന്തോഷത്തിലാണ്. അങ്ങനെ പറഞ്ഞ് അത് വേട്ടയാടിയ മൃഗത്തിനെ കഴിക്കാൻ പോകുന്നതിന് മുൻപ് ആ മൃഗം അവിടെ നിന്നും മാഞ്ഞുപോയി. ഇപ്പോൾ അത് മീക്കുപൂച്ചയുടെ മുൻപിലും എത്തി. കൊള്ളാമല്ലോ, എന്ത് ഫ്രഷ് ആയിട്ടുള്ള മാംസമാ. അങ്ങനെ പറഞ്ഞ് പൂച്ച അതിനെ തിന്നാൻ തുടങ്ങി. അടുത്ത ദിവസവും മീക്കു പറഞ്ഞു, മാന്ത്രിക പപ്പായെ, ഇന്ന് ബഗീര വേട്ടയാടിയ ആ വേട്ട എന്റെ മുൻപിൽ എത്തിച്ചേരണം. അത് അങ്ങനെ പറഞ്ഞ ഉടനെ ബഗീര അതിന്റെ ഗുഹയിൽ വെച്ചിരുന്ന മാംസവും കാണാതെ പോയി. ഇതെങ്ങനെ സാധ്യമാകും? എന്റെ വേട്ട പെട്ടെന്ന് എവിടെ പോയി? വാവ്, ഈ മാംസം ഇന്നലത്തെ മാംസത്തിനേക്കാൾ സൂപ്പറാണ്. അങ്ങനെ പറഞ്ഞ് ആ മാംസം അത് കഴിക്കാൻ തുടങ്ങി. ഇന്ന് ആ പൂച്ച എങ്ങനെ ചിന്തിച്ചെന്നാൽ, ഇന്ന് സിംഹരാജാവ് വേട്ടയാടിയ ആ മാംസം എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിച്ച് അത് പപ്പായയോടും പറഞ്ഞു. എന്നാൽ ഷേർഖാൻ അന്ന് ഒരു പോത്തിനെയാണ് വേട്ടയാടിയത്. അത് അവന്റെ ഗുഹയിലും വച്ചിരുന്നു. എന്നാൽ അതും പെട്ടെന്ന് മാഞ്ഞുപോയി. അത് മീട്ടുവിന്റെ മുൻപിലും പ്രത്യക്ഷപ്പെട്ടു. ഷേർഖാന്റെ ഭക്ഷണം ആരോ മോഷ്ടിച്ചെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അന്ന് വൈകുന്നേരം എല്ലാ മൃഗങ്ങളും സഭയിൽ ഹാജരാകണമെന്ന് ഷേർഖാൻ പറഞ്ഞു. നല്ല രുചിയുണ്ട്. സിംഹരാജാവിന്റെ വേട്ട വളരെ വലുതാണ്. ഇത് തന്നെ ഒരുപാട് നാളത്തേക്കിനുള്ളതുണ്ട്. അങ്ങനെ പറഞ്ഞ് അത് നന്നായി കിടന്നുറങ്ങി. വൈകുന്നേരം അത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ സ്ഥലത്തേക്ക് മീട്ടുവും വന്നു. മീട്ടു, നീ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഞാൻ എന്റെ ചങ്ങാതിയായ പപ്പായയെ കാണാൻ വന്നതാ. ഇപ്പോൾ അത് എന്റേതാണ്. നീ ഇനി ഇവിടെ വന്ന് ഇതിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടോ? മാന്ത്രിക പപ്പായെ, ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നീ റെഡിയാക്കിത്താ. മീക്കുപൂച്ചേ, നിന്റെ 3 ആഗ്രഹങ്ങളും നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ നിനക്കെന്നോട് ആജ്ഞാപിക്കാൻ പറ്റില്ല. നീ കള്ളം പറയുവാ. മീട്ടുവിന്റെ ഒരുപാട് ആഗ്രഹം നീ നിറവേറ്റിയിട്ടുണ്ട്. എനിക്ക് മാത്രം എന്തുകൊണ്ടാ 3? മീട്ടു ഒരു നല്ല പക്ഷിയാണ്. അവൻ എപ്പോഴും ജനങ്ങളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ ചോദിച്ച എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നിറവേറ്റി. എന്നാൽ നീയൊരു അത്യാഗ്രഹിയാണ്. നീ എന്നെ മോഷ്ടിച്ചു. അതിന് ഏറ്റ ശിക്ഷയും ഞാനിപ്പോൾ നിനക്ക് തരാൻ പോകുന്നു. വാ മീട്ടു, സഭയ്ക്ക് പോകാൻ സമയമായി. ഇങ്ങനെ പറഞ്ഞ് പപ്പായയും മീട്ടും കാറ്റിൽ പറന്നുപോയി. അപ്പോൾ മീക്കു വന്ന ആ കുഞ്ഞു പൂച്ച അവരെ തടയാൻ വേണ്ടി പിന്നാലെ പോയി. സഭയും തുടങ്ങിയിരുന്നു. എല്ലാ മൃഗങ്ങളും ഷേർഖാന്റെ മുൻപിൽ ഹാജരായി. ഇന്ന് എന്റെ ഭക്ഷണവും മോഷണം പോയിരിക്കുന്നു. ഇങ്ങനെ മോഷ്ടിക്കുന്നത് അത് ആരാണ്? ആരെയും അറിയിക്കാതെ അവൻ മോഷ്ടിക്കുന്നു. മീട്ടുവും പപ്പായയും അവിടേക്ക് വന്നു. അതേസമയം ആ കുഞ്ഞു പൂച്ചയും അവരുടെ കൂടെ അവിടേക്ക് വന്നു. സിംഹരാജാവേ, താങ്കളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പപ്പായ എങ്ങനെ സംസാരിക്കുന്നു? സിംഹരാജാവേ, ഞാനൊരു മാന്ത്രിക പപ്പായയാ. ഇന്നുവരെ കാട്ടിൽ നടന്ന എല്ലാ മോഷണവും ഈ മീക്കുവാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. നിനക്ക് എന്ത് ധൈര്യമാണ് പൂച്ചേ? ഇല്ല സിംഹരാജാവേ, ഇവൻ കള്ളം പറയുന്നതാ.
നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എല്ലാവരും ഇവന്റെ വീട്ടിലേക്ക് പോയി നോക്കൂ. അത് കേട്ട് എല്ലാ മൃഗങ്ങളും അതിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഷേർഖാൻ കണ്ടു, അദ്ദേഹം കഷ്ടപ്പെട്ട് വേട്ടയാടിയ മൃഗത്തിന്റെ മാംസം പൂച്ചയുടെ വീട്ടിലിരിക്കുന്നു. ഇന്നു മുതൽ 20 ദിവസങ്ങൾ വരെ കറുപ്പ് ഗുഹയിൽ നീ തടവനുഭവിക്കണം. ഷേർഖാൻ മീക്കുപൂച്ചയ്ക്ക് ശിക്ഷയും കൊടുത്ത് പപ്പായയോട് ഇങ്ങനെ പറഞ്ഞു. പപ്പായെ, നീ ഇപ്പോൾ എവിടേക്ക് പോകും? വീണ്ടും അത്യാഗ്രഹമുള്ളവരുടെ കയ്യിലേക്ക് നീ പോയാൽ വീണ്ടും നിന്നെ മോശ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യും. ഞാൻ മീട്ടുവിന്റെ കൂടെ പൊയ്ക്കോളാം. അതാണ് എനിക്ക് ഉചിതം. എപ്പോഴും ഇവന്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കാം. ഇത് കേട്ട് മീട്ടു ഒരുപാട് സന്തോഷിച്ചു. ശരി, വാ പപ്പായെ, വാ നമ്മുടെ വീട്ടിലേക്ക് പോകാം. പപ്പായ മീട്ടുവിന്റെ കൂടെ അതിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്നു മുതൽ പപ്പായ മീട്ടുവിന്റെ കൂടെ ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു.